അമ്മാ ഓ നമ്മുടെ നേതാവിന്റെ കവലപ്രസംഗം ഇപ്പൊ എവിടാന്നറിയൂ? ഏത് നേതാവ്? അച്ഛൻ തന്നെ അല്ല, അവനെ വേറെ ആര്? എവിടെയാണ്? സാധാരണ എപ്പോഴും പാല് മേടിക്കാനൊക്കെ പോണത് അങ്ങ് ജംഗ്ഷനിലല്ലേ? ആ ഇപ്പൊ അവിടെ അല്ല, നമ്മുടെ ഈ വളവിലുള്ള തമ്പിയണ്ണന്റെ കടയില്ലേ, അവിടെയാണ് പോണത്. അവിടെ ഇപ്പൊ പാലും കിട്ടുമെന്ന്. ഓ അത് ശരി. നമ്മുടെ അടുത്ത് പറയും ഞാൻ ജംഗ്ഷൻ വരെ പോയാണ് പാല് മേടിച്ചോണ്ടിരുന്നത്. അതാകുമ്പോ അത്ര നേരം കിട്ടുമല്ലോ ചർച്ച ചെയ്യാൻ. എന്താടാ? അല്ല നിങ്ങൾ അച്ഛനെ ഇപ്പൊ ആ ജംഗ്ഷനിലെ എന്താണ് പുള്ളിയുടെ പേര്? ജംഗ്ഷനിലല്ലേ പോണത്? അല്ല തമ്പിയണ്ണന്റെ കടയില്ലേ, അവിടെയാണ് പോണേന്ന് ഇപ്പൊ. ഓ പാല് മേടിക്കായി. ഇപ്പൊ ഞാനിങ്ങോട്ട് വന്നപ്പോ ദൂരെന്ന് കണ്ട് ഭയങ്കര ചിരിയും കളിയും സംസാരവും. സംഭവം നേരെ നിൽക്കാൻ പോലും വയ്യ. കടയുടെ കമ്പിയില്ലേ, അതിങ്ങനെ പിടിച്ച് സ്റ്റെപ്പിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചിട്ട് ഡാൻസ് കളിച്ചോണ്ടാണ് സംസാരം. നിനക്ക് അച്ഛനെ കൈയോടെയും വിളിച്ചോണ്ട് വരാൻ പാടില്ലായിരുന്നോ? അതാണ് അതിലും വലിയ രസം. ഞാൻ വിളിച്ചില്ല, നോക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ല ഞാൻ നോക്കണത്. തിരിച്ചൊരു ഒറ്റ നോക്കട്ടോ. എന്നിട്ട് എന്നോട് ചോദിക്കണ്ടേ, പിന്നെ കയ്യിൽ പാലൊക്കെ ഇരിപ്പുണ്ട്, ഇന്നാളെ പാല് കൊണ്ടുവന്ന് പറയണ്ടേ? പറഞ്ഞില്ല. പിന്നെ ഞാനും ചോദിക്കാൻ പോയിട്ട്. അതെന്താണെന്നറിയാമോ, എപ്പോഴും ഉള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അച്ഛൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നോക്കിയിട്ട് ഒരു കൃത്രിമ ഗൗരവം അങ്ങനെ കാണിക്കും. അപ്പം നമ്മൾ അടുത്തേക്കും ചെല്ലൂല, ഒന്നും ചോദിക്കേയില്ലല്ലോ. അതിപ്പോൾ പുതിയ ബുദ്ധി കണ്ടുവച്ചേക്കുക, ഒന്നും ചോദിക്കാണ്ടിരിക്കാൻ. ഞാൻ എന്നിട്ട് ആ കടയിൽ നിൽക്കുന്ന പയ്യനോട് ചോദിച്ച്, അച്ഛൻ ഇപ്പോൾ എപ്പോഴും ഇവിടെയാണോ പാല് മേടിക്കാൻ വരുന്നതെന്ന്. ഒരു മാസമായിട്ട് പാല് മാത്രമല്ല വേറെ നല്ല അള്ള സാധനവും മേടിക്കാൻ ആ കടയിൽ തന്നെ ചെല്ലുന്നതെന്ന്. അപ്പോൾ ഞാനവിടെ കറങ്ങി ചുറ്റി നിന്നപ്പോൾ എന്നെ അത്ര അങ്ങോട്ട് പരിചയമില്ലാത്ത ഒരാൾ അച്ഛനോട് ചോദിച്ച്, ഇത് ബാലുവിൻ്റെ മോനല്ലേ എന്ന് മാത്രം പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ വിളിച്ച്, അച്ഛാ വാച്ചാ വീട്ടിൽ പോകുന്നു, നീ ചെല്ലടാ. ഇന്ന് രാവിലെ എണീറ്റിട്ട് കട്ടിലേൽ ഇങ്ങനെ ഇരിക്കുന്നു, എണീറ്റ് വരണില്ല, അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് അപ്പോൾ പറഞ്ഞ ചെറിയൊരു തല ചുറ്റിലെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് കട്ടൻ ചായ കൊണ്ട് തിരിച്ചു ചെന്നപ്പോഴത്തേക്കും ആളെ കാണില്ല, മുങ്ങിയപ്പോൾ തന്നെ. ആദ്യം ഈ പാല് മേടിക്കാൻ പോക്കുണ്ടല്ലോ ജംഗ്ഷനിൽ, അത് വേണം നിർത്താൻ. രാവിലെ കുറച്ച് നടക്കുന്നത് നല്ലതാണല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഒന്നും മിണ്ടാത്തത്. അമ്മ അച്ഛനെ മുട്ട് വയ്യാത്ത കാര്യം അച്ഛന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അപ്പൊ എന്ത് വേണം, ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. ഇത് അതിന് പറ്റൂലല്ലോ, ഇത് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇതിപ്പോൾ ചർച്ചയ്ക്ക് തൊട്ടടുത്ത് തന്നെ ആൾക്കാരെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. എന്തോ 10-20 വയസ്സായവരുടെയൊക്കെ തോളത്തിങ്ങനെ തട്ടിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തോ ഗവൺമെന്റ് ജോലി നിന്നൊക്കെ റിട്ടയർ ആയവർ. അതിന് 6 വയസ്സ് തൊട്ട് 60 വയസ്സുള്ളവർ ഒരു അച്ഛൻ്റെ കമ്പനിക്കാരാണ്. അമ്മ പിന്നെ അച്ഛനിപ്പോൾ മൊത്തത്തിൽ വയ്യ കേട്ടോ. ആ മുട്ട് പ്രശ്നമാടാ, അതുകൊണ്ട് ഏതെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ടേ കാണിച്ചത് മാറ്റം പറഞ്ഞാൽ അത് കേൾക്കത്തില്ല. അത് സൂക്ഷിച്ചില്ല പിന്നെ അത് അപകടത്തിലേക്ക് പോകും. പറഞ്ഞാൽ കേൾക്കണ്ടേ? വരട്ടെ, ഞാൻ പറയാം. പറയുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് പറഞ്ഞ, ചാടിക്കരുന്നൊന്നും സംസാരിക്കരുത് കേട്ടോ. ചാടിക്കറി സംസാരിച്ച എന്താ കുഴപ്പം? അച്ഛനെ തന്നെ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പറയരുത്. നല്ല കാര്യം പറഞ്ഞാൽ അച്ഛന് പിടിക്കൂല, അതാണ് അച്ഛൻ്റെ പ്രശ്നം. സ്നേഹത്തോടെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ ചാടി പറയുമ്പോഴാണ് അച്ഛന് ദേഷ്യം വരുന്നത്. അച്ഛനെ നൈസായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ, നമുക്ക് നോക്കാം. വഴക്കായിട്ടൊന്നും പറയല്ല കേട്ടോ. എന്നാ ഒരു കാര്യം ചെയ്, ഒക്കത്ത് വെച്ചിരുന്ന് കൊഞ്ചിക്ക്. അല്ല പിന്നെ എന്ത് പറയാനാ? ബോധമില്ലല്ലേ സംസാരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ആ എത്തിയ അച്ഛൻ തന്നെ ഉണ്ടേ കൊടു. ഞാൻ കൊടുക്കൂല. എന്നാ കടയുടെ ഫ്രണ്ട് വെച്ച് കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ പാല് തരായിരുന്നല്ല, പാലും തന്നില്ല, മൈൻഡ് പോലും ചെയ്തില്ല. അത് നീ മുഖം വലിച്ചേരി കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ പാല് വരുമ്പോൾ നീ വാങ്ങിച്ചിട്ട് ആൾക്കാർ മുമ്പ് ഞാൻ നാണം കിടൂലടാ. ഇല്ലടാ, അച്ഛനിപ്പോൾ ഇവിടുത്തെ കടയിൽ നിന്നല്ല പാല് മേടിക്കണേ. ആ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് വാങ്ങി. ഇടയ്ക്കിടയ്ക്കല്ല, ഒരു മാസമായിട്ട് അവിടുന്ന് തന്നെ പാലും മേടിക്കണ, ബാക്കിയുള്ള സാധനവും മേടിക്കുന്നു. നീ രാവിലെ ഇവിടെ പോയത്? ഞാൻ ഉച്ചച്ചേച്ചി എടുത്ത് കുറച്ച് കണക്ക് കൊടുക്കാനായിട്ട് പോയത് സേവാനന്ദത്തിലേ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചേച്ചി ഭയങ്കര തിരക്കിലാവും. രാവിലെ പോയോണ്ട് ചില കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. എന്ത് കാര്യമാണ് കാണാൻ പറ്റിയത്? അച്ഛൻ രാവിലെ തല ഇറങ്ങിയാച്ചാ? ആ ചെറുതായിട്ട്. ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങുന്നതാണ് അവസാനം വലുതാവുന്നത്. ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് കേൾക്കത്തില്ല. ഇനി ടെസ്റ്റ് ചെയ്യാൻ പോയി ഏണി ആവാടി ഡോക്ടർമാർക്ക് കഴിഞ്ഞാൽ അവന്മാർക്കകത്ത് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് എല്ലാം കൂടെ കുറേ ഗുളിക കഴിച്ച് തരും. തീർന്ന് എൻ്റെ കിഡ്നി അടിച്ചു പോകും. ഇത് കണ്ട ടെസ്റ്റ് ചെയ്യാൻ പോയ ഡോക്ടർമാർ കുറേ ഗുളിക എഴുതി തരും പോലും. ഇങ്ങനെ കുറേ തെറ്റായ ധാരണ കുറേ ആൾക്കാർക്ക് ഉണ്ട്. ഈ ഡോക്ടർമാർ വെറുതെ അല്ല ഗുളിക എഴുതി തരണത്, അസുഖം മാറാൻ എഴുതി തരണേ. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം മാറും. ഇത് തെറ്റിദ്ധരിച്ച് അവിടെ വീട്ടിൽ കുത്തിയിരുന്ന് അവിടെ തന്നെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ, പിന്നെ എടുക്കും മുകളിലോട്ട്. അല്ല, ഇത് ബാലുവിൻ്റെ കാര്യം തന്നെ പറഞ്ഞ പൊതുവെയുള്ള കാര്യം പറഞ്ഞതാ. അസുഖം വന്നിട്ടുണ്ട്, അത് ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് അത് മാറ്റിയെടുക്കണം. അതിനാണ് ഡോക്ടർമാർ അവിടെ ഇരിക്കണേ. ബാത്റൂമിൽ പോയിട്ട് ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ബാത്റൂമിൽ പോകാൻ സമ്മതിക്കില്ലോടി? പോയിട്ട് പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അച്ഛാ നാളെ മുതൽ അച്ഛൻ സൈറ്റിൽ പോകുമ്പോൾ നടന്നു പോകണ്ട. പിന്നെ അങ്ങനെ ഓട്ടോയിൽ പോയാൽ മതി. ഓട്ടോയിൽ പോകാൻ? ഓട്ടോയ്ക്ക് പോകാനുള്ളതും തിരിച്ചു വരാനുള്ള കാശ് ഞാൻ തരും. ദിവസം തരുമോ? ദിവസം തരും. അപ്പോൾ ഒരു ഓട്ടോ വെച്ചാ? ആ മിക്കവാറും ഞാൻ ചെയ്യും. ബാലു, പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ മുട്ടിൻ്റെ കാര്യം ഇത് സീരിയസ് ആണ്. ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ചെറിയ എന്തെങ്കിലും കാര്യം വന്നിട്ട് അത് വലുതാക്കി ആൾക്കാരുടെ മുന്നേ വലിയ ഷോ കാണിക്കും. എന്നാൽ വലുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചോണ്ടങ്ങനെ ഇരിക്കുകയും ചെയ്യും. ബാത്റൂമിൽ പോയിട്ട് നടക്കണത് നോക്കിക്കേ.
എവിടെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ഛന് നിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, അനങ്ങാൻ വയ്യ. ചാ നടക്കുന്നതൊക്കെ കൊള്ളാം. ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാ പിന്നെ പിന്നെ വീൽ ചെയർ വാങ്ങിക്കേണ്ടി വരും. അതോടെ ഉദ്ദേശിച്ചാ നീ അത് നേരത്തെ ഇതിനൊക്കെ കണ്ടുമുട്ടിയത്. ആ എനിക്കേതോ കണ്ടത് ശനി പിടിച്ച സമയത്താണ് നിങ്ങളെ കണ്ടത്. അല്ല എനിക്കേതോ കണ്ടത് ശനി പിടിച്ച സമയത്താണ് ഞാൻ നിങ്ങളെ കണ്ടതെന്ന് പറഞ്ഞതാ. നൈസായിട്ട് ബാത്റൂമിൽ കയറിയതാട്ടാ. നമ്മളെ ചവിട്ടി കൂട്ടാനുള്ള ദേഷ്യമുണ്ട് അച്ഛന്. ഉറപ്പല്ലേ? ആ ഇന്ന് 2 എണ്ണം എനിക്ക് കിട്ടിയാലും കുഴപ്പമില്ല. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇടണം. കാണാം. ഡ്രസ്സൊക്കെ മാറ്റിട്ട് എവിടെ പോ? കുറച്ച് കഴിയുമ്പോ സ്ഥലം വരെ പോണം. ഏത് സ്ഥലം? അതൊക്കെ പറയാം. ഞങ്ങളോ? ഏത് ഞങ്ങള്? ഞാൻ മാത്രമേ ഉള്ളൂ, നീ ഒന്നും ഇല്ല. വെറുതെ പറഞ്ഞു നോക്കിയത്, ചിലപ്പോ കൊണ്ടുപോയല്ലേ. ഓ ഇട്ട് നോക്കിയതായിരിക്കും അല്ലേ. ആ കേശു എവിടെ പോയി? രാവൻ റോഡിലേക്ക് പോയി. എന്തിന്? രാവിലെ അവനൊരു ചുറ്റും കഴിച്ച് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. പച്ചനെ കുറ്റം പറഞ്ഞിട്ട് അവൻ തന്നെ പോയ. പിന്നെ എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പോയതാമേ. ഇപ്പൊ വരും. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ പുറത്തു പോവാ. നീലുവേ, ഓ നമ്മൾ ഉച്ചക്കട ബാ വിളിച്ചിരുന്നു. ഏ? കഴിഞ്ഞ ആഴ്ച കല്യാണം പറഞ്ഞ് വിളിച്ചേണ്. ഞാൻ മറന്നു, കല്യാണം നാളെയാണ്. ഉച്ചക്കട ബാബു അതാരാ? നമ്മളെ 18-ാം നമ്പർ കമ്പനിയുടെ ബാവുലിനെ പറഞ്ഞൂടെ? നല്ല കമ്പനിയായിരുന്നു നമ്മള്. അച്ഛൻ്റെ കൂട്ടുകാരന് കല്യാണോ? പോച്ചെടുന്ന് അച്ഛൻ്റെ കൂട്ടുകാരനല്ല, അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ അനിയന്. അതായത് അവന് 38 വയസ്സായി. ഇപ്പോഴാണ് കല്യാണം നടക്കുന്നത്. ഈ ബാബു എന്ന് പറയുന്ന അച്ഛൻ്റെ കൂടെ പഠിച്ചാണോ? അത് കൂടെ പഠിച്ച ഇത് അത് ബാബു, ഇത് ബാബുരാജ്. ഇന്നവൻ വിളിച്ച് ഓർമ്മപ്പെടുത്തേണ്ട കൊള്ളാം. അല്ലെ ഞാൻ മറന്നു പോനെ. ഇന്ന് രാത്രി പോകണം, നാളെ രാവിലെ എളുപ്പം 4 മണിക്ക് പോയാൽ മതിയാ. ഇന്ന് രാത്രിയാ? ഓ എവിടെയാണ് കല്യാണം? എവിടെയാ കല്യാണം? കൊല്ലത്ത് വെച്ച്. ഇവിടെ മുളങ്കാട് അമ്പലമില്ലേ, അവിടെ വെച്ചാണ് കല്യാണം. പെണ്ണിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഇന്ന് രാവിലെ 4 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 8-8:30 ആകുമ്പോൾ എത്താം. ഈ വയ്യത്തെ മുട്ടും വെച്ചിട്ട് കൊല്ലത്ത് കല്യാണത്തിന് വായിച്ചാൽ തീരുമാനിച്ചാച്ചാ? ആ കേശു ചെക്കൻ കേക്കണ്ടാ, ഭയങ്കര കലിപ്പിലാണ്. പിന്നെ അവൻ്റെ ചിലവിലാണ് ജീവിക്കണത്. ഡേ തേച്ച മുണ്ട് ഷർട്ട് ഇരിപ്പുണ്ടാ? തേച്ച മുണ്ടിരിപ്പുണ്ട്, ഷർട്ട് തേച്ചതില്ല. ആ കഴിയ ഷർട്ടുണ്ടോ? ആ കഴിയ ഷർട്ട് ഉണ്ട്. അത് മതി. ലിജേച്ചേ ആ പോവാ പോവാം. പോവാ. എന്നാ വാ. എവിടെ പോണ്ട? എവിടെ പോണു? അത് ഒരു സ്ഥലം വരെ പോകണം. ചങ്ങമാരെ പെണ്ണ് നിൽക്കണം, നിപ്പിലങ്ങ് ഇറങ്ങിപ്പോവും. ആരോട് ചോദിക്കാൻ വേണ്ട, പറയാൻ വേണ്ട. നമ്മളായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് കണക്കുണ്ട്. നമ്മുടെ സംഭവം നമ്മൾ സ്ഥിരം പിടിക്കുന്ന ഓട്ടോ ചേട്ടനെ കിട്ടിയില്ല വിളിച്ചപ്പോൾ. അപ്പോൾ ചേട്ടൻ വേറെ എന്തോ ഓട്ടം പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. ചേച്ചി പിടി. വാ, നടക്ക്. എവിടെ പോണ്? ബാച്ചാ. എവിടെ പോണെന്ന്? നടക്കച്ചാ. എടേ, എവിടെ കൊണ്ടുപോണെന്ന്? ആശുപത്രിയില്. ആശുപത്രി കല്യാണത്തിന് കൊടുന്നു. അച്ഛാ വാ. നടക്ക്, നടക്ക്. ആശുപത്രി പോയ പ്രശ്നമാണെന്ന്. ആ, ബാച്ചാ. നടക്ക് നടക്ക് നടക്ക്. പോ പോ പോ. എടേ, ഞാൻ പിടിച്ചു വലിക്കണം. നട. കാല് വയ്യ, എടേ. എടേ, എടേ, വെറുതെ. എടേ, എനിക്ക് ആശുപത്രി പോണ്ടെന്ന്. ആശുപത്രി പോണെന്ന്. കാലട്ടാ ദേ കാല് വേത്താണ്, പതുക്കെ കൊണ്ടുപോകും. അച്ഛാ ബലം പിടിച്ച് എന്നെ വലിച്ചടിച്ചോണ്ട് കൊണ്ടുപോകും. ലച്ചുവായിരിക്കും മുട്ടുവായിരിക്കണം കേട്ടാ. വേണ്ട അച്ഛാ, ഓപ്പറേഷൻ കഴിയുമ്പോ ശരിയാവും. ഓപ്പറേഷനാ? നീ പറഞ്ഞത് ആ അമ്മ വരത്തില്ല, ഞാനില്ല ചേച്ചിയുണ്ട്, അതൊക്കെ മതി. എടാ കേശു, എന്തായാലും പോവല്ലേ, ആ പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. എടി എടി എനിക്ക് വലിയ പൈസ ആവടി. എത്ര കാശായാലും കുഴപ്പമില്ല, ലക്ഷക്കണക്കിന് കാശായാലും ഞാൻ കൊടുത്തോളാം. അതൊന്നും ടെസ്റ്റ് ശരിയാവും. ഇഷ്ടംപോലെ ചോര ഊറ്റിയെടുത്തോളാം മതി. ഇതിന്ന് ലിറ്റർ കണക്കിന് ചോര ഊറ്റിയെടുക്കാൻ പോണില്ല എന്തായാലും. അച്ഛൻ നടന്നേച്ചാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആശുപത്രി പോയി നാളെ കല്യാണത്തിന് ആരുവോ? ഏത് കല്യാണം? അച്ഛൻ നടച്ചാൽ കൊണ്ട് കല്യാണത്തിനൊക്കെ ഞാൻ പോയേക്കാം. ശരിയാവും, എനിക്ക് പോയാൽ മതി. പതുക്കെ പതുക്കെ കൊണ്ടോ. ആവശ്യം. കേറ്, കേറ്. കേറ്. ആദ്യം ഞാൻ കയറാം, അല്ലെങ്കിൽ അത് ഒഴിറങ്ങി. അതെ കേറ്. ആഹാ, നല്ല വിശ്വാസം. വാ കേറ്. ആ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങി. ഇറങ്ങിയത് എന്തായാലും ഈ സൈസ് അങ്ങനെ ഇറങ്ങൂല. കാരണം വിട്ടോട്ടോ. അമ്മ പോയിട്ട് വന്നാ. ആ ഇനി പോയിട്ട് വന്നേടി. ആരോ പണിയും കയറി. പാറേ എന്തെടുക്ക? അത് ആരുടെ ബുക്കാ? അത് എന്റെ ബുക്ക് നിന്റെ ബുക്കാ? കള്ളം പറയണ എൻ്റെ അടുത്ത്. അത് ശിവയുടെ ബുക്കല്ലേ? യാണാ എന്നാ വേണ്ട. കള്ളി, കള്ളത്തരം കാണിച്ചിട്ട് ഒന്നും അറിയാത്തന്നെ വരിക. നിനക്ക് ഇതിന് കുറേ കിട്ടിയിട്ടില്ലല്ലേ എല്ലാവരുടെയും കയ്യിൽ നിന്ന്? പിന്നെ അത് തന്നെ ചെയ്യാണല്ലേ? എന്നാലോ കുറഞ്ഞമ്മ. എവിടെ കുറഞ്ഞ്? പിന്നെ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ? കിട്ടോട്ടെ നിനക്ക് നല്ലത്. ഇനിയും അവരുടെ കയ്യിൽ നിന്ന് ഇനിയും മേടിച്ച് കൂട്ടണോ? ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? എല്ലാവരും വരവ് ഞാൻ പറഞ്ഞു കൊടുക്കും. നീ ഇതൊക്കെ തന്നെ വീണ്ടും ചെയ്തു. ചതിക്കണമ്മ. ചതിക്കല്ലേ, എല്ലാ കള്ളത്തരും അറിയാം. എന്നിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണേ. അമ്മ ഈ ഡ്രോയിങ് ബുക്കും സ്റ്റോറി ബുക്കും വായിച്ചാലോ? ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നിട്ടില്ലേ നിനക്ക്? ഇത് വായിച്ചും വരച്ചും ഒക്കെ കഴിഞ്ഞ്. ആ ഇനി നോക്കട്ടെ, ഒറ്റയ്ക്ക് വാങ്ങിച്ചു തരാം. എന്ന് ചോദിച്ചാലും ആ പറഞ്ഞല്ലോ, വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? അതൊന്ന് പറ. ഓഹ്
ഒന്ന് പോവച്ചേ അവിടെ നിന്ന്. എന്നാ ഞാൻ കൈ കിട്ടുന്ന ബുക്കിലെല്ലാം വരയ്ക്കും. വരയ്ക്കോ? വരയ്ക്കുമ്പോൾ കിട്ടുകയും ചെയ്യും. ഞാൻ ഒരിടത്തെല്ലാം പറഞ്ഞു കൊടുക്കും. നീ ഇപ്പൊ കാണിച്ചത് മൊത്തം ശിവയുടെ ബുക്ക് ആ വന്നാ എടാ ഇഞ്ഞെങ്കിലും ഒന്ന് വിറേ. എന്തായി പോയിട്ട്? എന്താവായി? അവിടെ ചെന്നപ്പോൾ ആദ്യം ഒരു ജനറൽ ഫിസിഷ്യൻ വന്ന്, അത് കഴിഞ്ഞ് ഓർത്ത ഒരാൾ വന്ന്, തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട് മുട്ടൊക്കെ വലിച്ച് കൊടുത്തൊക്കെ ഇല്ലാതാക്കി വരും. എക്സ്റേ എടുത്ത് പൊട്ടലൊന്നുമില്ല. ഇനിയിപ്പോ ലിഗമെന്റിന് എന്തെങ്കിലും മൈന്യൂട്ട് ഇഷ്യൂ ഉണ്ടെന്ന് അറിയണമെങ്കിൽ സ്കാൻ ചെയ്യണം. ആണോ? നല്ല വേദന എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ഞാൻ കരഞ്ഞാ? കരഞ്ഞൊന്നുമില്ല, പക്ഷെ പല്ലൊക്കെ കടിച്ച് പൊട്ടിച്ച്. മറ്റേ ബ്ലഡ് എടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തോ ടെസ്റ്റ് ചെയ്യാൻ? എടുത്ത് കുറെ ഊറ്റി എടുത്താൽ മതി. റിസൾട്ടൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർ ഫോണിൽ അയച്ചു തരുമ്പോൾ പിന്നെ കാലിന് ആംഗിൾ കാർഡ് ഇട്ടേക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. ആ കുറേ ഗുളി എഴുതി തന്നിട്ടുണ്ട്. കുറേ അറ്റയാണ് ഞാൻ കഴിക്കില്ല. കഴിക്കില്ലെന്നാ പിന്നെ എന്തിനാ ഇത്രയും കാശ് കൊടുത്തത്? ഇത്രയും ഗുളിക മേടിച്ചത്? അത് നിനക്ക് പൈസ ഉള്ള ഒരു അഹങ്കാരം, അതിന് വേണ്ടി വാങ്ങിച്ച് കൂട്ടിയത്. ബാലു, മര്യാദയ്ക്ക് മരുന്ന് കഴിച്ച് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോ? എന്നാ കാല് പെട്ടെന്ന് ശരിയാവും. ഇല്ലെങ്കിൽ അറിയാലോ, പിന്നെ ഞൊണ്ടി കിടക്കാം. നാളെ കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ഫുൾ റെസ്റ്റ്. കുറെ നേരമല്ല കല്യാണം എന്ന് പറഞ്ഞു. ആരുടെ കല്യാണം? ഉച്ചക്കട ബാബുരാജിന്റെ അനിയന്റെ കല്യാണം. ഏത് ഉച്ചക്കട ബാബുരാജ്? അച്ഛന്റെ ചങ്ക് ബ്രോ, അച്ഛന്റെ എല്ലാ കുഴപ്പത്തിലും കൂടെ നിന്ന സന്തത സഹചാരി. അച്ഛാ എവിടെ വെച്ച് കല്യാണം? കൊല്ലം. എവിടെ? കൊല്ലം. കൊല്ലത്താണ് അച്ഛാ അപ്പൊ കല്യാണത്തിന് പോണോ? നീ വയ്യാത്ത കാലം വെച്ചോണ്ട്. എടാ എൻ്റെ കൂട്ടുകാരൻ്റെ അനിയൻ്റെ കല്യാണം, ഞാൻ പോയാലും ശരിയാവില്ല. അവിടെ ചെന്ന് പഴയ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ അവരുടെ കൂടെ ഓടിച്ചാടി അങ്ങ് കളിക്കും. ആ പഴയ കുഴപ്പം പിടിച്ച കൂട്ടുകാരന്റെ അനിയന്റെ കല്യാണം അല്ലേ? ചിലപ്പോ പാർട്ടിയും കാണും. എടാ ആ കാര്യത്തിൽ ഞാൻ ഇല്ലടേ, നമ്മളെ കാലം വെച്ച് നിർത്തിയടേ. അയ്യോ അളിയാ മച്ചമ്പീന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ അതിലങ്ങ് വീഴും. അതെ, അച്ഛൻ നിർത്തി കാണും, പക്ഷെ അവര് നിർത്തി കാണത്തില്ല. അച്ഛനെ അവരുടെ കൂടെ കമ്പനി കൂടണമെന്ന് അവർക്കൊരു ആഗ്രഹം കാണും. അച്ഛൻ അതിലങ്ങ് മയങ്ങി വീഴുകയും ചെയ്യും. അങ്ങനെ മയങ്ങി വീഴുവോ? എന്നാ പിന്നെ കൊള്ളാല്ലേ, ഞാൻ കല്യാണത്തിന് പോയിട്ട് തന്നെ ബാക്കി കാര്യം. ഞങ്ങളുടെ അച്ഛന് ഒരു പരീക്ഷണ വസ്തുവൊക്കെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ കല്യാണത്തിന് പോകണ്ടെന്നാണോ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ പോവാനാ? കല്യാണത്തിന് പോകേണ്ട കാര്യത്തിൽ സംശയമൊന്നുമില്ലെന്ന്. അയ്യോ എനിക്ക് പോകണം, എൻ്റെ ബാബുവിൻ്റെ അനിയൻ്റെ കല്യാണമാണ്. ഈ എൻ്റെ ബാബുവിൻ്റെ അനിയനെ ഇതൊക്കെ കുറെ നേരം കൊണ്ട് ഇത് പറയണ്ട. ഇവരൊക്കെ കണ്ടിട്ട് എത്ര വർഷമായി? 10 വർഷമായി. 20 വർഷമായി. അപ്പോൾ കുഴപ്പമില്ല, അതെ, അപ്പൊ പിന്നെ ഒരു കുഴപ്പമൊന്നുമില്ല. അതേ നിങ്ങൾ പോയില്ലെങ്കിൽ ജസ്റ്റ് അവരൊന്ന് വിളിച്ചിട്ട് പറയും എന്തരേ വരാന്ന്, ഒന്ന് ചെറിയൊരു പരാതി, അത് അവിടെ അങ്ങ് തീരും. ഇത്രേ ഉള്ളൂ കാര്യം. പോകണ്ട കേട്ടോ. എനിക്ക് കല്യാണത്തിന് പോയാൽ പറ്റൂ. അയ്യടാ കല്യാണത്തിന് പോകണ്ടെന്ന്. കുറച്ചും കൂടെ ചുണ്ടി പോവാച്ചാ. ആ ബാസേ, ഡൈ നീ കല്യാണത്തിന് പറഞ്ഞ എടാ എൻ്റെ ഫ്രണ്ടിൻ്റെ എടാ ഉച്ചക്കട ബാബുരാജിൻ്റെ. എടാ നിൻ്റെ അടുത്ത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ പറ്റി. ഓ കല്യാണം കൊല്ലത്ത്. ആ എടാ രാവിലെ ഞാൻ 4 മണിക്ക് പോകും, നീ ഒരു 3 മണിക്ക് എണീക്കണം. നീ ഇവിടെ വാ. എടാ ബസ്സിലേക്ക് ഞാൻ എടുത്തോളടേ. ഇതേ സാധനം കാണുന്നോ? സാധനം കാണാതെ സാധനം ഇഷ്ടം പോലെ നീ വാ. ആ ബ്രാൻഡ് എനിക്ക് പറയാം, വല്ലവരും വാങ്ങിച്ചേർന്ന സാധനം ഞാൻ നിന്റെ ബ്രാൻഡ് അറിയണത്. നീ അടിക്കൂലേ? നീ ഓക്ക. ആ ആ ആ ആ 4 ലോഡ് സിമൻറ്റ്, 3 ലോഡ് 4 സിമൻറ്റ്, 3 ലോഡ് മണ്ണ് വന്ന്. ആ ശരി ഓക്കെ. എല്ലാം ക്ലിയറായിട്ട് പോകണുണ്ടല്ലോ നവാസേ? സൈറ്റിലെ കാര്യങ്ങൾ നോക്കിക്കോണം. നീ കാല് വയ്യ, അതുകൊണ്ടാണ് വരാത്തത്. അജിന് പോടേ. ഒരു കാര്യം നവാസിനടുത്ത് പറഞ്ഞാൽ. നവാസ വിളിച്ചത്? ഓ നവാസ് വിളിച്ചു. പാവ നവാസ് അല്ലേ? വീട്ടിൽ കിടന്ന് ഉറങ്ങുണ്ടാവും, ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ബാസിട്ടനല്ലേ വിളിച്ചത്? ബാസിട്ടനല്ലേ വിളിച്ചതെന്ന്? ഞാൻ ബാസി വിളിക്കണത്. ഞാൻ അകത്ത് 2 ഷർട്ട് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഷർട്ട് എന്തിന്? എടീ ഇവിടുന്ന് വിട്ടുണ്ടോ ഒന്ന്, പിന്നെ അവിടെ കല്യാണത്തിന് ഇട്ടണ്ടേ. ഇവിടെ നിട്ടുണ്ടോ? ആ ആ ആ അപ്പൊ മുണ്ട് കണ്ടിട്ടുണ്ടാവും. പിന്നെ മുണ്ടിലാ പോകും. ആ അതാണ്. ഓ അപ്പൊ കല്യാണത്തിന് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായി. അതെ, എടുക്കപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോ കല്യാണത്തിന് പോയി അടങ്ങുള്ളൂ. കല്യാണത്തിനുണ്ട് ഉറപ്പിച്ച്. എന്താ അച്ഛൻ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചത്. എന്തെന്ന്? അച്ഛൻ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചു. തീരുമാനിച്ചാ? അച്ഛൻ എന്തിന്റെ കുഴപ്പം? അച്ഛന് കാല് വയ്യാത്തല്ല, അടയ്ക്കൊന്നും വീട്ടിലിരിക്കാൻ പാടില്ല അച്ഛന്. എടീ നീ ഇക്കണ്ട കല്യാണക്കാ കുഴപ്പമുള്ള തള്ളയോടെ നീ പോണല്ല, അതിന് കുഴപ്പമൊന്നുമില്ലേ? അച്ഛൻ വാഴപ്പിക്കാൻ നോക്കണ്ട, അച്ഛൻ നടക്കൂല. അച്ഛൻ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അച്ഛൻ ഇവിടുന്ന് കല്യാണത്തിന് പോയാ ഇവിടെ നടക്കാൻ പോണ പുകില് വേറെയാണ്. നീ കാണില്ലേ പിള്ളേർ എന്നിട്ട് വരുന്നത്? ഇതെന്തോന്ന് വരെ എന്നിട്ട് ബഹുമാനം വരെ പേടിയില്ല പിള്ളേർക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, കല്യാണത്തിന് പോകണ്ടെന്നോ പോകണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ മാത്രം ഇഷ്ടമാണ്. പക്ഷേ
നിങ്ങളുടെ കാലിൻ്റെ കാര്യം നോക്കേണ്ടത് നിങ്ങളാണ്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. കാര്യമല്ല പറഞ്ഞത്, കാലിൻ്റെ കാര്യം നോക്കേണ്ടത് നിങ്ങളാണെന്ന്. പിന്നെ കുട്ടികളുടെ കാര്യം അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അവർ പറഞ്ഞത് കറക്റ്റ് കാര്യം. കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതുകൊണ്ട് രണ്ട് കൂട്ടരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. രണ്ട് കൂട്ടരും അവരൊറ്റ വഴി. അല്ലെങ്കിലും പണ്ട് അതിൻ്റെ സ്വഭാവമാണല്ലോ, 2 കൊല്ലത്ത് കാല് കെട്ടിയിട്ട് വീഴാതെ നീ ഇവിടെ നിന്നുകളായി. ഇനി എന്നെ കുറ്റം പറഞ്ഞോ? ഇനിയിപ്പോൾ അതല്ലേ മാവ് ഇപ്പം വിളി തുടങ്ങും. ഞാൻ ഇന്നേ ചെല്ലണമെന്നാണ് അവൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയായിരിക്കും അവൻ ബഹളം ഉണ്ടാക്കണം അവിടെ. അത് കുഴപ്പമില്ല. അച്ഛൻ്റെ കൂട്ടുകാരെ വിളിക്കുമ്പോൾ അച്ഛൻ എൻ്റെ തന്നാൽ മതി. നീ എന്താ ചെയ്യേ? ഞാൻ പറഞ്ഞോളാം. നീ എന്താ പറയടാ? അച്ഛന് കാലൊട്ടും വയ്യ, അതുകൊണ്ട് അങ്ങളെ വരാൻ പറ്റത്തില്ലെന്ന് പറയും. അത് തന്നെ, ഇവൻ ആ ബാബുങ്ങളോട് തഞ്ചത്തിൽ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളും. അതിനിവൻ മിടുക്കനാണല്ലോ. അവിടെ കല്യാണത്തിന് പോകാൻ എനിക്ക് ഞാൻ തിടുക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ തഞ്ചത്ത് കാര്യം അവതരിപ്പിക്കാൻ ഭയങ്കരമായിട്ട് തിടുക്കപ്പെട്ട് നിൽക്കുവാടാ. എടാ, ഇത് പഴയ ആൾക്കാരൊക്കെ ഒരുമിച്ച് കാണാൻ കിട്ടുന്ന വലിയൊരു അവസരമാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് ഒരിക്കൽ സംഭവിക്കുന്ന അപൂർവ സംഗമമാണ്, അപൂർവ കാര്യമാണ്. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന അപൂർവ ഒരു കാര്യം. പിന്നെ ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം ഒറ്റ വരി വന്ന് നിൽക്കില്ല. ഇത് പോച്ചവിടെ. എടാ കാശു, നീ പടം കളഞ്ഞിട്ട്. എടാ മക്കളെ കാശു, എനിക്ക് ഇവിടെ ആകപ്പാട് ടെൻഷൻ, അവിടെയാണെങ്കിൽ ടെൻഷൻ, സൈറ്റിൽ പറഞ്ഞയാൾ. അപ്പോഴാണ് എനിക്ക് എല്ലാവരും കാണുമ്പോൾ എൻ്റെ ഞാൻ റിലാക്സ് ആവും, മനസ്സിലുള്ള ഒരു മുറുക്കൊക്കെ പിരിമുറുക്കൊക്കെ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ പോകണമെന്ന് പറയണത്. ആദ്യം അച്ഛൻ്റെ മുട്ടിലെ പിരിമുറുക്കൊക്കെ ഒന്ന് അഴിയട്ടെ, എന്നിട്ട് പോയാൽ മതി. ലച്ചുവേ, നിന്റെ അഭിപ്രായം കുടിപ്പിളത്ത്, ഇവിടുത്തെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട, കേട്ടെടുത്തോളാം മതി കേട്ടാ. ആഹാ, എന്റെ പൈസ വേണം, പക്ഷെ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല അല്ലേ? അച്ഛാ, ഈ കാര്യത്തിൽ അച്ഛൻ്റെ ഒരടവും ഇനി നടക്കില്ല. ഞാൻ ഇപ്പോൾ വൈകിട്ട് പോയിട്ട് 5-6 അവർ പാല് മേടിച്ച് ഫ്രിഡ്ജ് വെക്കാൻ പോകണം. നോക്കിയോ അച്ഛൻ, ഇനി പാല് മേടിക്കാന്നല്ല ഒരു കാര്യത്തിന് ഈ കാല് റെഡിയാവുന്ന വരെ ഈ വീട്ടിൽ ഇറങ്ങണ്ട. എൻ്റെ വീട്ടിൽ ഇറങ്ങണ്ടടാ, മുറിക്കാതെ പൂട്ടടാ. എനിക്കൊന്നും വേണ്ട. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ തട്ടാം. അപ്പം ജനലിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തന്നാൽ മതി. എടാ കേശവ്, നല്ല ഐഡിയ ആണല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, വയസ്സായെന്ന് പറഞ്ഞോണ്ട് എന്നെ കൂടുതൽ ഭരിക്കണ്ടല്ലോ. ഞാൻ തൂക്കിയിട്ട് നിലത്തടിക്കും ഞാൻ. അത് കുഴപ്പമില്ല. കുഴപ്പമില്ലേ ബാലു, പിള്ളേർ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ വയ്യേ? എന്തായാലും അവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പോകണ്ട കേട്ടോ. അത് ശരിയാവില്ല. എനിക്കെന്തോ ഒരു പേടി പോലെ. സൈക്കോളജിക്കൽ മൂവ്മെന്റ്സ്. എന്നാ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇന്ന് പോകും ഞാൻ. ഇതിനാണ് അഹങ്കാരം എന്ന് പറയണേ. അച്ഛൻ ആ ഒരു കാര്യം പറയാം. അച്ഛൻ എന്തൊക്കെ പറയാലും ശരി, അച്ഛൻ ഈ വീട് വിട്ട് പുറത്തോട്ട് പോവില്ല. ലച്ചു ആണ് പറയണേ. ആണോ? പോകൂലേ? ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്ത് ചെയ്യാൻ പോണു? പോടാ അവരെ. എടാ നിങ്ങളൊക്കെ വന്ന അവിടെ ആണാ? എടാ ഞാൻ ഇന്ന് രാത്രി വരും. എടാ എനിക്കൊരു റൂം ബുക്ക് ചെയ്ത്. ബുക്ക് ചെയ്തിട്ടുണ്ടാ? ഓക്കെടാ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോല. ശരി ശരിടാ. ഓക്കെ. കാര്യം ഇവിടെ ഇവിടെ. ഓക്കെ, ശരി 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 ശരി. എൻ്റെ അച്ഛനല്ലേ, നീയൊക്കെ പറഞ്ഞനുസരിക്കാറില്ല. അച്ഛാ, ഈ വാശിയോടുള്ള പോക്കത്ര നല്ലതല്ല കേട്ടോ. വാശിയായി, ഇനി പോയേ അടങ്ങുള്ളൂ. എന്തൊരു ആ വാശി അത്ര നല്ലതല്ല. വാശി കാണിക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നല്ല അച്ഛന് നല്ലതിന് വേണ്ടിയാ. എന്തൊരു വാശി എന്റെ അമ്മ. ബാലുവേ, ബാലു പോണ പോയിക്കോ. രാവിലെ പോയപ്പോരെ, ഇപ്പൊ പോണോ? ഈ അമ്മ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പൊക്കോ എന്ന് പറയണത്? അവസാന നിമിഷം വരെ പോവണ്ടെന്ന് പറയണം. എന്നിട്ടും അച്ഛന് പോകണമെങ്കിൽ അച്ഛൻ പോട്ടെ. ഇത് അഹങ്കാരം കേട്ടോ. നിങ്ങൾ പോക്കണ്ട തോന്നൂല. കല്യാണത്തിന് പോക്കണ്ട, നമ്മളോട് എന്തോ വാശി തീർക്കാൻ വേണ്ടി പോണ പോലെ ഉണ്ട്. അച്ഛനെ അവസാനം തോക്കത്തുള്ള ഇറങ്ങട്ടാ. അച്ഛാ, നീ വീട്ടിൽ പോലെ ഒരു വഴിക്ക് പോകുമ്പോൾ തടസ്സപ്പെടുത്തണ ശകുനം മുടക്കി. അതെ, അവിടെ കല്യാണത്തിന് ബാബുരാജൻ്റെ പെണ്ണുവീട്ടുകാരുണ്ടല്ലോ, അവർ ചിലപ്പോൾ മറുപടിക്കും. തെക്കോട്ടൊക്കെ അങ്ങനെയാണ്, മറുപടിക്കും. പെണ്ണ് വീട് സന്ദർശിക്കും. അങ്ങനെ എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി കൂടെ കയറി ഞാൻ ഉച്ചക്കടയിൽ പോകും, തിരുവനന്തപുരത്തെ. അങ്ങനെ പോയാൽ മറ്റന്നേ വരുള്ളൂ. ആണോ? അങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ വിളിക്കാൻ ഉച്ചക്കട വരണോ അതോ കൊല്ലത്ത് വരണോ? വീൽ ചെയറും കൊണ്ട്. തമാശ പറഞ്ഞാടി. അവിടെ ഒരു കാര്യം പറയട്ടെ, കൊച്ച കൈ തൂങ്ങല്ലേ. അതെ, ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾ പാസ്സായാൽ നിങ്ങളെ ഞങ്ങൾ ടാറ്റേ പറഞ്ഞു വിടും. എന്താണ് ഫിറ്റ്നസ് ടെസ്റ്റ്? നിങ്ങൾ 2 കൈയും പോക്കി മുകളിലോട്ട് ഒരു ഒറ്റ ചാട്ടം എന്നിട്ട് നേരെ വന്ന് ഇങ്ങനെ നിൽക്കണം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ നിങ്ങളെ പറഞ്ഞു വിടും. ഈ കുട്ടമ്പിള നമ്മളെ എന്താ ഫിറ്റ്നസ് ടെസ്റ്റ് നടുവടിഞ്ഞ് കിടക്കണം അല്ലടി. നിന്റെ ഈ ടെസ്റ്റ് പാസ്സാവാതെ ഞാൻ കൊല്ലത്ത് കല്യാണത്തിന് പോകാൻ പറ്റുമോ നോക്കട്ടെ. അച്ഛാ, ലച്ചു ആണ് പറയുന്ന പോവരുത്. ലച്ചു ഒരു വഴിക്ക് പോകുമ്പോൾ തടയരുത്. അല്ല, ഇതേ കല്യാണത്തിന് പോകണ്ടെന്നുള്ളത് നിങ്ങളുടെ വാശിയാണ്, അല്ല എൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടല്ല. നിങ്ങൾ വാശി കാണിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കേടാനാ? ആധിപത്യം, എൻ്റെ പുറത്ത് ആധിപത്യം എന്താ? മണ്ണാങ്കട്ട. പോണ വഴി കൈ ഓങ്ങിയിട്ട് ഞാൻ പോണം. നിങ്ങൾ എന്തിനാ എന്റെ പിറകെ വിളിക്കണത്? നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോലെ നടക്കുന്ന വിചാരം. അത് അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ അത്. മകളെ പറു, അച്ഛൻ കൊല്ലത്തുനിന്ന് ഒരു ബന്ധം കൊണ്ടുവരണം. ഐസ്ക്രീം.
ഇനി വരുമ്പോൾ എല്ലാം കൂടെ നടന്ന് കുറച്ച് കൊമ്പും കണക്കി മാത്രം കാണുള്ളൂ ആക്ച്വലി വേറെ വല്ലതും വേണോ? അയ്യോ ഒന്നും വേണ്ട. അച്ഛൻ കാലും കൊണ്ടിങ്ങ് വന്നാ മതി. ഇത് ഇതിനൊക്കെ പോയല്ലോ, ഇതിൻ്റെ വായി നല്ലതൊന്നും വീഴൂല. അതേ ആ ബസ്സിനാണ് പോകെങ്കിൽ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. ബുക്ക് ചെയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴോ കൊല്ലം വരെ നിൽക്കേണ്ടി വരും. ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ സഹിച്ചോ? അച്ഛൻ ഇവിടെ നിന്നാണ് പോണെങ്കിൽ കൊല്ലം വരെ ഒന്നും എത്തണ്ട. അതിന് മുന്നേ അച്ഛൻ അടിച്ചും കെട്ടി കുഴഞ്ഞൊക്കെ വീഴും. കുഴച്ച് ഞാൻ തറ വീഴ്ത്തി എഴുഞ്ഞ് ഞാൻ കൊല്ലം വരെ പോകും. എന്നാലും ഞാൻ പോകും. എന്ത് അത്ര വാശിയാണെങ്കിൽ പിന്നെ എന്തിനു വാച അടിച്ചോണ്ട് ഇവിടെ നിൽക്കണേ? അങ്ങ് പോയിക്കൂടെ? അച്ഛൻ ഞാൻ ഒരു കാര്യം പറയാം. അച്ഛൻ പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അച്ഛൻ പറയുന്ന ഒരു അക്ഷരം പോലും ഞങ്ങൾ ആരും കേൾക്കൂല. അത് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ മക്കൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ മക്കൾ പറയുന്ന ചില നല്ല കാര്യങ്ങളൊക്കെ അച്ഛന്മാർക്കും കേൾക്കാം. ഇപ്പം അച്ഛൻ ഞങ്ങൾ പറയണ കേൾക്കാതെ പോവല്ലേ? ചെല്ലേ പോ. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം പോലും ഇനി ഞങ്ങൾ കേൾക്കൂല. നോക്കൂ കള്ള കൂട്ടങ്ങളെ ബാബു എത്തിയടാ. അച്ഛാ അച്ഛാ അയ്യോ അയ്യോ ബാലേ, എന്താ ലച്ചു ഇതിനടുത്തിട്ട് പോ. കാല് പോയി തെറ്റിയ കുഴ പിന്നെയും തെറ്റി. അച്ഛാ പുറകെ വിളിക്കാൻ കണ്ട നേരെ ഞാൻ പിടിക്കളായി. അയ്യോ അയ്യോ ബാബുരാജേ, ഈ കല്യാണത്തിന് ഞാൻ ഇല്ലടാ.